ഈ ഒരു റിസൾട്ട് കണ്ട് ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. വെറുതെ പാർലറിൽ പോയി നമ്മുടെ പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്കൊരു കിഡിലിന് ഒരു ഫേഷ്യൽ തയ്യാറാക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റനിങ് ആയിട്ടിരിക്കും കേട്ടോ. ഇതിനാവശ്യമായി നമ്മൾ റാഗി പൗഡർ ഇല്ലേ, അതും കുറച്ച് വെള്ളം കൂടി എടുത്ത് ഒന്ന് കുറുക്കിയെടുക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതൊരു ക്ലെൻസർ ആണ്. ഫേസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ആവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളയാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റാഗി പൗഡറും നമ്മൾ നേരത്തെ കുറുക്കി മാറ്റിയില്ലേ, അതിൽ നിന്ന് ഒരു സ്പൂണും പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടി മിക്സ് ചെയ്ത് ഇതിന്റെ കൂടെ പാലും കൂടി മിക്സ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതൊരു സ്ക്രബിങ്ങിന്റെ ഒരു എഫക്ട് കിട്ടും കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പും, അതായത് എന്റെ അനിയനും വന്നിട്ടുണ്ട്, എന്റെ അനിയത്തിയും വന്നിട്ടുണ്ട്. ഞങ്ങൾ മൂന്നുകൂടി ഒരുമിച്ചാണ് ചെയ്തത്. പേഴ്സണലി പറയാൻ ഒരു കിഡിലിന്റെ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കും എന്തായാലും കിട്ടും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ, അതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറുക്കിയ റാഗിയും നമ്മുടെ കടലമാവും ക്യാരറ്റ് ജ്യൂസും കുറച്ച് പാലും കൂടി ഒഴിച്ച് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. പാൽ ഓവർ ആവരുത്, എങ്കിൽ വെള്ളം പോലെ ആവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിനു ശേഷം വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. കാരണം ഒരു കിഡിലിനൊരു റിസൾട്ട് തന്നെ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.